അമ്മേ എന്നാ ഇടിച്ചു പൊളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കണേ. ചേട്ടാ നിനക്ക് നാണുണ്ടോ? ഒന്നാമത് ഒരു ആമ്പ്രദം വീട്ടിലുണ്ടായിട്ട് വീട്ടിലെ പെണ്ണുങ്ങൾ ഇറച്ചിക്കടയിൽ പോകണം. പണ്ട് കാലത്തൊക്കെ ഇറച്ചിക്കട പെണ്ണുങ്ങൾ പോകുന്ന പറഞ്ഞാൽ ഇത്രയും നാണക്കേടില്ല. അയ്യോ ആ ഇതിപ്പോ ഞാനും ദിവ്യയും കൂടെ നീയും പോയോടി? പിന്നെ കയറി ഇറച്ചിയും മേടിച്ച് ഇതൊക്കെ എപ്പോ സംഭവിച്ചു അമ്മേ? എന്നെ എടുക്കും മാന അത് കുഴപ്പമില്ലെന്നേ. ഭയങ്കര ഉറക്കം. ഞാൻ ഒന്ന് വിളിച്ചു, പിന്നെ ഞാൻ ഓർത്തു ഇനി പനിയുടെയൊക്കെ പണ്ടത്തെ പനിയുടെ ക്ഷീണം മാറി എന്നിട്ട് കിടക്കണതായിരിക്കും, ശല്യപ്പെടുത്തണ്ടല്ലോന്നൊക്കെ ഓർത്താ. മമ്മി ദിവ്യൻ രാവിലെ എണീറ്റാ? നീ എപ്പോഴാ രാവിലെ എണീറ്റേ? ഞാൻ നിങ്ങളെ പോലെ രാവിലെ എണീക്കുന്ന. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ രാത്രി തന്നെ നേരത്തെ കുറച്ച് ഉറക്കം, രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ളത്. കാപ്പി അടച്ച് ഞാൻ എടുക്കാം. എന്നിട്ട് ഇറച്ചിക്കട ചെന്നിട്ട് ഇറച്ചി തന്നില്ലേ അമ്മ അവര്? ആമ്പറന്ന് വെച്ച് എന്നാലേ ഇറച്ചി തരുള്ളൂ എന്ന് പറഞ്ഞ അമ്മ അവര്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവർ ആദ്യം തന്നെ അവിടെ വേറെ രണ്ടുപേരും നിപ്പുണ്ടായിരുന്നു. അന്നേരം ചോദിച്ച് കൊടുത്തേക്കട്ടെ എന്ന് അവർ പുള്ളി ചോദിച്ചിട്ട് കൊടുത്തോട്ടെ എന്നപ്പോ അവർ പറഞ്ഞു കൊടുത്തോളാം, നല്ല മനുഷ്യര്. അപ്പൊ വേഗം ഇറച്ചിക്കടക്കാരൻ പോലും പറഞ്ഞു വിട്ടു. മമ്മീനെ അവിടെ നിർത്താൻ പറ്റില്ലാഞ്ഞിട്ടാണോ അതെയോ മമ്മീനെ കണ്ട് ഒരു സീനിയർ സിറ്റിസനെ കണ്ടിട്ട് പറഞ്ഞു വിട്ടതാണോ? ആയിരിക്കാം ഒരു പക്ഷെ സഹതാപം തോന്നി കാണും. അവര് ചിലപ്പോ ഒരു പോത്തിന് മൊത്തത്തോടെ മേടിക്കാൻ വന്നായിരിക്കും. മമ്മി എന്തിനാ മേടിച്ചേ? 1/4 കിലോ 1/2 കിലോ 2 കിലോ അതിന്റെ ഹൃദയവും അതിന്റെ ചങ്കും മാങ്ങാന്ന് പറയില്ലേ. രാവിലെ തന്നെ പോത്തിന്റെ ഹൃദയം മേടിച്ചോണ്ടാണോ മമ്മി വന്നേക്കണല്ലേ? മീ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ട് നിങ്ങൾക്ക് തികഞ്ഞില്ലല്ലോ. ഇതന്നെ മമ്മി ഇടി കാരണം ഇത് സാധനങ്ങളൊക്കെ തെറിച്ചു പോണേ, ചാടി ഓടിപ്പോവാ. അമ്മി രാവിലെ നല്ല എനർജറ്റിക് ആണല്ലോ മീ. അങ്ങനെ വേണം. ഞാൻ 6 മണിക്ക് എണീറ്റാ. ഇതൊക്കെ കാണുന്ന അപ്പൻ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാവപ്പൻ. അപ്പനോട് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴേ ചങ്ക് മേടിച്ച കൊള്ളൂന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞ ചങ്കും മാങ്ങയും മേടിച്ച കുഴപ്പമില്ല, നല്ലതാണ്. അതിന്റെ നെയ്യ് മുകളിൽ നല്ല നെയ്യ് കാണും, അത് ഇച്ചിരി മാറ്റി തരാൻ പറയണം. പക്ഷെ അവര് നന്നായിട്ട് മാറ്റിയൊക്കെ തരാം. അതെ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഇത് എങ്ങനെ വെക്കാൻ ഉദ്ദേശിച്ചാണേ? ദോശയും ചങ്കും മാങ്ങയും. ദോശയും ചമ്മന്തി ഉണ്ടാക്കാനേ ഇരുന്ന. പക്ഷെ വീട്ടിൽ പിന്നെ ചമ്മന്തി ഉണ്ടാക്കി ആരും തിന്നാണ്. വെറുതെ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഞായറാഴ്ച പരിപാടികൾ എന്തൊക്കെയാണ്? ദോശയും ചങ്കും മാങ്ങയും കറി രാവിലെ. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടണം. പിന്നെ ഞങ്ങള് എന്ത് സാധനം ഇപ്പൊ ഒന്നും കാണാൻ കിട്ടില്ല, പണ്ട് കാലത്തുള്ളതാ തോമരക്ക. എന്റെ പൊന്നു മമ്മി, ഇപ്പൊ കാണാൻ കിട്ടുന്ന സാധനമൊക്കെ മമ്മി തപ്പി പിടിച്ചോണ്ടേ വരേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ഓരോരുത്തർ തുമ്പപ്പൂചെടിയും അതും ഇതൊക്കെ കറി വെച്ചിട്ട് എന്തൊക്കെയാ സംഭവിക്കണേ? പിന്നെ എന്തിന്റെ ആയിരുന്നു? പണ്ട് കാലത്ത് ഇല്ലാത്ത സാധനം അതിന്റെ പുറകെ തപ്പി പോകണ്ട കേട്ടോ. ആണോ? അതെല്ലേ. അതിനാ ഡാഡി ഇല്ലാത്ത സമയത്ത് നോക്കിയത് പോയി മേടിച്ചോണ്ട് വന്നേ. ഹായ്, ഐ ആം പ്രിന്റോ, മമ്മി ദിവ്യ. അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഇതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. മമ്മി എന്ന് പറയുന്ന വഴക്കുകളും അല്ലേ മേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ഇത് മമ്മി റെസ്റ്റിംഗ് ഡേ ആണോ? അത് ഇടിക്കാൻ പോകണം മീ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാന്ന് പറഞ്ഞേ? കൂട്ടുകളൊക്കെ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ കൂടെ ഇടിച്ചിട്ട് ഒരു സവോള അരിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഒഴിച്ചിട്ടു. അത്രേ ഉള്ളൂ. ഉപ്പ് ഒഴിച്ച് കരിയേപ്പില ഇട്ടാൽ മതി. ഇട്ടാ കറി റെഡി. വേഗണം. വെന്ത് കഴിഞ്ഞാൽ കറി റെഡി. അപ്പോൾ എന്തായാലും നമ്മുടെ കറി വേകട്ടെ. അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസ് ഇട്ട് വീണ്ടും കാണാം. ബൈ ബൈ.